ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലെ ലിനക്സ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിലെ 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ലിനക്സ് കമാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ എങ്ങനെ ഒരു ലിനക്സ് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സാമ്പിളായിട്ടൊരു ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ എങ്ങനെ വിർച്വൽ മെഷീനിൽ ചെയ്യാം എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഡയറക്ടറി സ്ട്രക്ചർ, ഒരു ലിനക്സിന് ഡയറക്ടറി സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി. പിന്നീട് നമ്മളൊരു ഷെൽ എന്താണ്, ഒരു ടെർമിനൽ എന്താണ്, ഒരു കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞ സെഷൻസിലെല്ലാം. അപ്പോൾ കഴിഞ്ഞ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് കണ്ട ശേഷം ഇതിലോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റിയും അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയയും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു സെഷൻ കാണണം. അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള പക്ഷേ എസെൻഷ്യൽ ആയിട്ടുള്ള കമാൻഡ്സാണ് നമ്മളിന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ഇതിൽ കമാൻഡ്സ്, ലിനക്സിലെ കമാൻഡ്സ് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പം കേസ് സെൻസിറ്റീവ് ആണ്. അതിൽ മിക്കവാറും ഉള്ളതെല്ലാം തന്നെ ലോവർ കേസ് ഉള്ളതുമാണ് കമാൻഡ്സ് എല്ലാം തന്നെ. അപ്പം നമ്മളിപ്പോൾ പറയുന്നതിൽ കമാൻഡ് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് പറയുന്ന പോർഷനെല്ലാം ഓപ്ഷണലായിട്ട് വരും ഒരു കമാൻഡിൻ്റെ. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ LS, സ്മോൾ ലെറ്റർ L സ്മോൾ ലെറ്റർ S. അതായത് ഈ LS എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറിയിൽ കണ്ടൻസ് അതായത് വിൻഡോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോൾഡേഴ്സ് എന്ന് പറയാം. ഫോൾഡേഴ്സിനകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഫയൽസിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനാണ് ഏതൊക്കെ ഫയൽസാണ് ഒരു ഫോൾഡറിനകത്തുള്ളതെന്ന്. ലിനക്സിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ ഡയറക്ടറി എന്ന് പറയാം. ഡയറക്ടറിക്കകത്തുള്ളതെന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനാണ്, ലിസ്റ്റ് വൈസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനാണ് LS എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ കമാൻഡ്സിനും അഡീഷണൽ സ്വിച്ചസ് ഉണ്ട്. ഒരു കമാൻഡ്സിന് തന്നെ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. അതായത് ആ ഒരു ബേസിക്, ഇപ്പോൾ LS എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഫോമാറ്റിലായിരിക്കും അത് കാണിക്കുന്നത് ലിസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ LS ഹൈഫൺ വേറെ ഓരോ സ്വിച്ചസ് ഉണ്ട്. ഇപ്പോൾ L എന്ന് അടിക്കാം, AL എന്ന് അടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ കമാൻഡ്സിനും അങ്ങനെ എക്സ്ട്രാ സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഓരോന്നും ചേർത്ത് അടിക്കുകയാണെങ്കിൽ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഫംഗ്ഷനാലിറ്റി നമുക്ക് ആ ഓരോ കമാൻഡ്സിനും എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് പിന്നീട് നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓരോ കമാൻഡ്സ് മാത്രം നോക്കാം. പിന്നീട് ഓരോ കമാൻഡ്സിനും എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്ട്രാ ഫംഗ്ഷനാലിറ്റീസിനും ഈ സ്വിച്ചസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കി മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പഠിക്കാനുള്ള വഴി എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞുതരാം. അല്ല നമുക്കിപ്പം എല്ലാ കമാൻഡ്സും നമുക്ക് കാണാതെ ഒരിക്കലും പഠിച്ചിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ കമാൻഡ്സിൻ്റെതായിരുന്നാൽ പോലും എല്ലാ സ്വിച്ചസും നമുക്ക് കാണാതെ ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ നമുക്കൊരു യൂസ് വരുന്ന സമയത്ത് ഓരോ സ്വിച്ചസിൻ്റെയും അഡീഷണലായിട്ട് വരുന്ന ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയാണെന്ന് എങ്ങനെയാണ് നോക്കി മനസ്സിലാക്കുന്നതെന്നും എന്തൊക്കെ കമാൻഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞ് വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കി തരാം. നമുക്കിന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ കമാൻഡ്സ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ആദ്യത്തത് LSൻ്റെ കേസ് ഇതാണ്, ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ് ആണ്. രണ്ടാമത്തത് CD എന്ന് പറഞ്ഞ കമാൻഡാണ്. അതായത് ചേഞ്ച് ഡയറക്ടറി എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ട് ചേഞ്ച് ചെയ്യണം? നമ്മൾ CD കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടറിയുടെ പേരവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ഡയറക്ടറിയിലോട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ആവുന്നത്. അതായത് ചേഞ്ചസ് ദ കറണ്ട് ഡയറക്ടറി ടു DIR. DIR എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിൻടാക്സ് പറഞ്ഞിരിക്കുകയാണ്. DIRൻ്റെ അവിടെ നമ്മൾ ആക്ച്വൽ കേസ് വരുമ്പോൾ നമ്മൾ ഡയറക്ടറിയുടെ പേരടിക്കണം. നമുക്കത് എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ CD കമാൻഡ് അടിച്ചിട്ട് പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് നമ്മുടെ ഹോം ഡയറക്ടറിയിലോട്ടായിരിക്കും ചേഞ്ച് ആവുന്നത്. അപ്പോൾ അതാണ് CD കമാൻഡ്. ഇതിനും ഒരുപാട് സ്വിച്ചസ് എക്സ്ട്രാ ആയിട്ടുണ്ട്. അടുത്തത് PWD എന്ന് പറഞ്ഞ കമാൻഡാണ്. അത് പ്രസൻ്റായിട്ട് നമ്മൾ നിൽക്കുന്ന ഡയറക്ടറി ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്ലേസ് ദ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി നെയിം, അതാണ് PWD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ക്യാറ്റ് കഴിഞ്ഞിട്ട് ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു ആ പാത്രമുള്ളൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ കണ്ടൻസ് എന്താണോ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതായത് കൺകാറ്റിനേറ്റ്സ് ആൻഡ് ഡിസ്പ്ലേസ് ഫയൽസ്. ഒരു ഫയലിലുള്ള കണ്ടൻസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫയലിനകത്ത് കയറാതെ തന്നെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എക്കോ എന്ന് പറഞ്ഞ കമാൻഡാണ്. നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ, അതായത് നമ്മുടെ ടെർമിനലിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ എക്കോ എന്ന് പറഞ്ഞ കമാൻഡാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ കമാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് അവിടെ എഴുതി കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ച് നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മൾ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതാണ് എക്കോ എന്ന് പറഞ്ഞ കമാൻഡ്.
നെക്സ്റ്റ് വന്നിട്ട് മാൻ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. അതായത് മാൻ എന്ന് പറഞ്ഞ കമാൻഡ് ആക്ച്വലി മാനുവലാണ്. എല്ലാ കമാൻഡ്സിൻ്റെ മാനുവൽ, ഒരു ഡോക്യുമെൻറ്റേഷൻസ് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമാൻഡാണ് മാൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മാൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് അടിച്ചിട്ട് മാൻ സ്പേസ് LS എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചാൽ ആ LSനെ കുറിച്ചുള്ള എന്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസും എക്സ്ട്രാ സ്വിച്ചസും ഒക്കെ ഉണ്ടോ, ഏതൊക്കെ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള കംപ്ലീറ്റ് A to Z ഇൻഫർമേഷൻസ് LSനെ കുറിച്ചുള്ളത് ഈ മാൻ എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്, മാൻ എന്ന് പറഞ്ഞ കമാൻഡ്. നമുക്ക് ഏതൊരു കമാൻഡിനെ കുറിച്ചും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ ആ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ അത് ഫംഗ്ഷൻ ചെയ്യും, അതിന് ഡിഫറെൻറ്റ് സ്വിച്ചസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് A to Z ഒരു കമാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് മാൻ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മാൻ കമാൻഡ് കൊടുത്ത് ഒരു കമാൻഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ക്വിറ്റ് ചെയ്യുന്നതിന് വേണ്ടി Q എന്ന് നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ക്വിറ്റ് ആവുന്നത് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ പേജിൽ നിന്നുകൊണ്ട്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അടുത്തത് എക്സിറ്റ് അല്ലെങ്കിൽ ലോഗൗട്ട് അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് D എന്ന് പറഞ്ഞ ലെറ്റർ ഒരുമിച്ച് പ്രസ് ചെയ്യുക, കൺട്രോളും Dയും കൂടെ. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ലോഗിൻ ചെയ്ത് നിൽക്കുന്ന ആ കറണ്ട് ഷെല്ലിലുള്ള ആ ഒരു സെഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും കമാൻഡ്സ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ടെർമിനൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ടെർമിനൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ D അടിക്കുകയോ അല്ലെങ്കിൽ ലോഗൗട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ഷെല്ലിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി പോകും. അപ്പോൾ അതാണ് എക്സിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ്. നെക്സ്റ്റ് ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡാണ്. ക്ലിയർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ അത്രയും നേരം നമ്മൾ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്ന എല്ലാ ടെക്സ്റ്റും എല്ലാ പാരാമീറ്റേഴ്സും ആ സ്ക്രീൻ കംപ്ലീറ്റ് ആയും ക്ലിയർ ആയി പോകും. നമ്മുടെ വിൻഡോസിലൊക്കെ CLS എന്ന് പറഞ്ഞ കമാൻഡിന് സിമിലർ ആയിട്ടുള്ള കമാൻഡാണ് ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞ് നമ്മൾ ലിനക്സിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യലായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന കമാൻഡ്സ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ആക്ച്വൽ ഡെമോ നമ്മുടെ ഉബുണ്ടു ഇൻസ്റ്റാളേഷനിലൊന്ന് ചെയ്ത് നോക്കി പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ വിർച്വൽ മെഷീനിലുള്ള ഉബുണ്ടു ഇൻസ്റ്റാളേഷനിലോട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ടെർമിനൽ എടുക്കാം. ടെർമിനൽ എങ്ങനെ എടുക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കണ്ട ശേഷം ഇതിലോട്ട് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ടെർമിനലിലോട്ട് ലോഗിൻ ചെയ്ത് നമ്മൾ ആ ഷെല്ലിലെ ഈ ഒരു സെഷനിലോട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ലോഗിൻ ID TechTVM എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉബുണ്ടു എന്ന് പറഞ്ഞൊരു ഹോസ്റ്റ് മെഷീനിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറണ്ട് ഹോം ഡയറക്ടറിയിലാണ് നമ്മുടെ. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് ഈ ലോഗിൻ പ്രോംപ്റ്റിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കറണ്ട് നമ്മളിപ്പം നിൽക്കുന്ന പാത്ത് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കമാൻഡ് ഏതാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി അറിയുന്നതിന് വേണ്ടിയിട്ട് അതിനാണ് PWD എന്ന് പറഞ്ഞ കമാൻഡ്. PWD എന്ന കമാൻഡ് അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ബൈ ഡിഫോൾട്ട് ഈ TechTVM എന്ന് പറഞ്ഞ യൂസറിൻ്റെ ഹോം ഡയറക്ടറിയാണ്. അതുകൊണ്ടാണ് /home/TechTVM എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചത്. ഇനി നമുക്ക് ഈ ഡയറക്ടറിക്കകത്തുള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയ കമാൻഡ് LS, അതായത് ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ്. അപ്പോൾ LS എന്ന് അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ടറിക്കകത്തുള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യും. കണ്ടില്ലേ, ആ ഒരു എല്ലാ യൂസറിൻ്റെയും ഹോം ഡയറക്ടറിക്കകത്ത് ഇതുപോലത്തുള്ള സെയിം സെറ്റ് ഓഫ് സിമിലർ ഫോൾഡേഴ്സ് ഡയറക്ടറീസ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി തുറന്നു നോക്കാം. ഈ TechTVM എന്ന് പറഞ്ഞ ഡയറക്ടറി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, കാണിക്കുന്ന സെയിം സെറ്റ് ഓഫ് ഡയറക്ടറീസ് തന്നെയാണ് ഇത്. ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഈ സെയിം സെറ്റ് ഓഫ് ഡയറക്ടറീസ് തന്നെയാണ് നമ്മളിവിടെ കമാൻഡ് ലൈൻ വഴി എൻ്റർ ചെയ്തപ്പോഴും നമുക്കിവിടെ കാണിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്ക് ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ഇത് അതൊരു ഫോൾഡർ തന്നെയാണ്. ആക്ച്വലി ഒരു ഡയറക്ടറി തന്നെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ TechTVM എന്ന് പറഞ്ഞ ഹോം ഡയറക്ടറിക്കകത്ത് വരുന്ന ഒരു ഡയറക്ടറി തന്നെയാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്, ഈ പുറത്ത് കാണുന്ന ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറിയും. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിനകത്തോട്ട് നമുക്കൊന്ന് നമ്മുടെ പാത്ത് ചേഞ്ച് ചെയ്യാം, അതിനകത്തോട്ട് നമുക്ക് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CD എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CD എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ്, നമുക്കിതിൽ ലിനക്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആ പാത്തിലുള്ള ഒരു ഡയറക്ടറിയുടെ പേരോ അല്ലെങ്കിൽ ഒരു കമാൻഡ് കുറച്ച് 1-2 അടിച്ചിട്ടോ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അത് ഓട്ടോ കംപ്ലീറ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ CD കഴിഞ്ഞിട്ട് DE എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് ബാക്കി ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുകയാണ്, അത് ഓട്ടോമാറ്റിക്കലി കണ്ടില്ല ഡെസ്ക്ടോപ്പിൽ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്കിത് ടൈപ്പ് ചെയ്യുന്നതിന് എളുപ്പമാണത്. അപ്പോൾ CD ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തിട്ട് ഞാനിപ്പം എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ പ്രോംപ്റ്റ് ആദ്യം $, വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആ $, മാറിയിട്ട് ടിൽഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ /ഡെസ്ക്ടോപ്പ് എന്നായി. ഇപ്പോൾ ടിൽഡിൻ്റെ അർത്ഥം
ഹോം ഡയറക്ടറി എന്നുള്ളതാണ്. ഹോം ഡയറക്ടറിയുടെ ഷോർട്ട് ഫോമാണ് ടിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ /home/techtv എന്നാണ് ടിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഡെസ്ക്ടോപ്പിനകത്തോട്ടും കൂടെ ചേഞ്ച് ചെയ്തു ഈ ഹോം ഡയറക്ടറിക്ക് അകത്തുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടിൽഡ് കഴിഞ്ഞിട്ട് /desktop എന്ന് വന്നത്. അതായത് /home/techtv/desktop എന്നാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പാത്ത് പറയുകയാണെങ്കിൽ. നമുക്കത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ PWD എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കാം. PWD അടിച്ചിട്ട് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. കണ്ടില്ലേ, /home/techtv/desktop. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിനകത്തുള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡെസ്ക്ടോപ്പിനകത്തുള്ള ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫയലാണ്. ഇവിടെ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വെറുതെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തും കൂടെ നോക്കാതെ. വെറുതെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലുള്ള ഡിഫോൾട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് അത് ഓപ്പണായി വരും. അതിനകത്തുള്ള കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടെസ്റ്റ് ഫയൽ എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കണ്ടൻറ്. അപ്പം നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ടെക്സ്റ്റ് ഫയലുണ്ട്. അതിൻ്റെ പേരാണ് ടെസ്റ്റ് ഫയൽ എന്ന്. അത് നമുക്ക് വെറുതെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി തന്നെ മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മുടെ വിൻഡോസിലൊക്കെ നോട്ട് പാഡ് ഉള്ളതുപോലെ തന്നെ ഇതിന് ഡിഫോൾട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ അത് ഓപ്പണായി വരും. ദിസ് ഈസ് എ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു കണ്ടൻറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കണ്ടൻറ്റ് കൊടുക്കാം. ദിസ് ഈസ് എ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഞാൻ Ctrl+S തന്നെ കൊടുത്ത് അത് വീണ്ടും സേവ് ചെയ്തു. ഞാനത് ക്ലോസ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ പാത്തിൽ നമ്മൾ നിൽക്കുകയാണ്. കണ്ടില്ലേ, /home/techtv/desktop. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഈ ഡെസ്ക്ടോപ്പിനകത്തുള്ള കണ്ടൻസ് കമാൻഡ് വൈസ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കമാൻഡായിട്ടും നമ്മൾ ആദ്യം നോക്കിയത് ls എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പോൾ നമുക്ക് ls വീണ്ടും ഞാൻ ടൈപ്പ് ചെയ്തു, നമ്മൾ എൻ്റർ ചെയ്തു. കണ്ടില്ലേ, test_file.txt. അപ്പോൾ നമുക്ക് ഇനി ഈ പറഞ്ഞ test_file.txt എന്ന് പറഞ്ഞ ഫയലിനകത്തുള്ള കണ്ടൻസ് നമുക്ക് കമാൻഡ് ലൈൻ വഴി നമുക്ക് ഇതിൽ വ്യൂ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു കമാൻഡാണ് നമ്മൾ നേരത്തെ നോക്കിയത്, cat എന്ന് പറഞ്ഞ ഫയൽ കൺകാറ്റനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ cat എന്നുള്ളൊരു ഫയൽ നമ്മൾ കൊടുത്തിട്ട് ടെസ്റ്റ് ഫയൽ, ഈ ഫയലിൻ്റെ നെയിം കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിനകത്തുള്ള കണ്ടൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ദിസ് ഈസ് എ ടെസ്റ്റ് ഫയൽ, ദിസ് ഈസ് എ സെക്കൻഡ് ലൈൻ. അപ്പോൾ നമ്മൾ 2 ലൈനാണ്. ഇപ്പം ഗ്രാഫിക്കൽ യൂസർ വഴി ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. കണ്ടില്ലേ, സെയിം തന്നെ ഇവിടെ കമാൻഡ് ലൈൻ വഴി നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പം ഇതാണ് നമുക്ക് cat എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊണ്ടുള്ള യൂസ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എക്കോ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ കണ്ടു. എന്തെങ്കിലും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ECHO എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഹലോ എന്നത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, നമുക്ക് വെറുതെ ഇവിടെ ഇങ്ങനെ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ കാണിക്കുകയല്ലേ എന്ന്. ഇത് ആക്ച്വലി ഈ കാണിക്കുന്നത് നമ്മളിപ്പോൾ വെറുതെ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ അത് ടെർമിനലിൽ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. അത് പ്രോസസ് ചെയ്ത് തിരിച്ച് കിട്ടുന്ന റിസൾട്ട് അല്ല. ഇപ്പോൾ വെറുതെ ഹലോ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമാൻഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് കാണിക്കുള്ളൂ. മനസ്സിലായി, നമുക്ക് പ്രോസസ് ചെയ്ത് തിരിച്ച് കിട്ടുന്നതാണ് ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ട് എക്കോ എന്ന് കൊടുത്തിട്ട് ഏതൊരു സെൻറ്റൻസോ എന്തവിടെ കൊടുത്താലും അത് തിരിച്ച് നമ്മുടെ മോണിറ്ററിൽ നമ്മുടെ ഡിഫോൾട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് നമ്മളത് ഡിസ്പ്ലേ ആയി കാണിക്കും. കണ്ടില്ലേ, എക്കോ ഹലോ എന്ന് കൊടുത്തു, ഹലോ എന്നത് തിരിച്ച് ഡിസ്പ്ലേ ചെയ്തു. ഇനിയാണ് അടുത്തത് നമുക്ക് മാൻ എന്ന് പറഞ്ഞൊരു കമാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡാണ്. നമുക്ക് ഏതൊരു കമാൻഡിൻ്റെ മാനുവൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമാൻഡാണ് മാൻ എന്ന് പറഞ്ഞ കമാൻഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മാൻ എന്ന് ടൈപ്പ് ചെയ്തു, സ്പേസ് ഇട്ടിട്ട് ls എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ മാനുവൽ എനിക്ക് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ls എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. കണ്ടില്ലേ, ഇപ്പം ഞാനിതൊന്ന് വലുതാക്കി കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ls എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ കംപ്ലീറ്റ് മാനുവൽ ഇവിടെ കാണിക്കുകയാണ്. നമുക്ക് അപ്പ് ഓർ ഡൗൺ ആരോ ഉപയോഗിച്ചിട്ട് നമുക്ക് മുകളിലോട്ടും താഴോട്ടെല്ലാം സ്ക്രോൾ ചെയ്യാം. കാരണം അത് ഒറ്റ പേജിലൊന്നും നിൽക്കുന്ന ഡോക്യുമെൻറ്റേഷൻ അല്ല, ഒരുപാട് പേജ് ഉണ്ട് അത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ആ ഓരോ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഇതിലറിയാം. നമുക്ക് കൂടുതൽ നമുക്ക് സ്വിച്ചസൊക്കെ ചെയ്ത് നോക്കുന്ന ഇനി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സെഷൻസിൽ ചെയ്ത് നോക്കാം. ഞാനിത് പറഞ്ഞത് ഒരു കമാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് സ്വിച്ചസും ഇതിൽ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അതാണ് മാൻ എന്ന് പറഞ്ഞ കമാൻഡ്. നമുക്ക് ഏത് കമാൻഡിനും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ മാൻ പേജിൽ നിന്ന് തിരിച്ച് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് Q എന്നും പറഞ്ഞ് വെറുതെ കീബോർഡിൽ Q ലെറ്റർ ഒന്ന് എൻ്റർ ചെയ്താൽ മതി. താഴെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രസ് H ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ Q ഫോർ ക്വിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ Q കൊടുക്കുകയാണ്. Q എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്താൽ മതി, എൻ്റർ ഒന്നും കൊടുക്കണ്ട. Q എന്ന് പറഞ്ഞ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളും. അതാണ്. അപ്പോൾ അങ്ങനെയാണ് മാൻ കമാൻഡ് ഉപയോഗിച്ചൊരു കമാൻഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നതും നമുക്ക് തിരിച്ച് അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും. നമുക്കിതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ചിടാം. കാരണം ഇപ്പോൾ ഇതൊരു ചിലപ്പോൾ അത് കാണുന്നതിന് ഒരു ക്ലാരിറ്റി കുറഞ്ഞ് കാണും. നമുക്കിപ്പോൾ ട്രാൻസ്പെറൻറ്റ്, ഞാനിപ്പോൾ ഇതെല്ലാം നിങ്ങളെ കാണിച്ചതിനും ചെയ്യുന്നത് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂസ് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഓപ്ഷൻ ടിക്കായി കിടക്കുകയാണ്. നമുക്കത് കുറച്ചങ്ങ് നണ്ണിട്ടേക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാൻ കമാൻഡാണ് നോക്കിയത്. അടുത്ത നമുക്ക്
ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഡിസ്പ്ലേ ആയി നമ്മുടെ ടെർമിനലിൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ ആ കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ആയി നമുക്കൊന്ന് വൃത്തിയാക്കി കിട്ടാനാണ്. അപ്പോൾ അതിന് CLEAR എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി പോവും. അത്രയേ ഉള്ളൂ ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ്. ക്ലിയർ വെറുതെ CLEAR എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ക്ലിയർ ആയിക്കോളും. അടുത്തത് നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ്. അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി ലോഗിൻ ചെയ്ത് നിൽക്കുന്ന ഈ സെഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിൽ എക്സിറ്റ് എന്ന് പറഞ്ഞ് അടിക്കാം, എന്നിട്ട് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലോഗ് ഔട്ട് എന്നും പറഞ്ഞ് അടിച്ചിട്ട് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഡിയും കൂടെ പ്രസ് ചെയ്യാം. ഞാനിപ്പോൾ അത് പ്രസ് ചെയ്യാൻ പോവുകയാണ്. വെറുതെ എൻ്റർ ഒന്നും ചെയ്യേണ്ട, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഡി എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഷെല്ലിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിപ്പോയി. അത് ടെർമിനൽ അങ്ങ് ക്ലോസ് ആകും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്കിപ്പോൾ ഒന്നുകൂടെ എടുക്കാം. ഒന്നുകൂടെ എടുത്തിട്ട് നമുക്ക് മറ്റ് 2 ഓപ്ഷൻസും കൂടെ നോക്കാം. ഇപ്പോൾ ഞാൻ കൺട്രോൾ ഡി ആണ് പ്രസ് ചെയ്തത്. നമുക്ക് വെറുതെ എക്സിറ്റ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താലും എക്സിറ്റ് ആയിപ്പോവും. അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തൊന്ന് ഫെമിലറൈസ് ആകുക. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ നമ്മൾ എപ്പോഴും എസെൻഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കമാൻഡ്സാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് ഒന്ന് ഫെമിലറൈസ് ആകുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഒരുപാട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കമാൻഡ്സ് ഉണ്ട്, ആയിരക്കണക്കിന് അടുപ്പിച്ച കമാൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ എല്ലാ കമാൻഡ്സും നമുക്കൊരിക്കലും കാണാതെ പഠിച്ചിരിക്കുന്നത് പോസിബിൾ അല്ല. നമുക്ക് ഓരോ റിക്വയർമെൻറ്റ് വരുന്ന അനുസരിച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കമാൻഡ്സ് ഇങ്ങനെയുള്ള കുറേ കമാൻഡ്സ് കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കമാൻഡ്സ് ഏതൊക്കെയാണ്, ആ ഓരോ കമാൻഡ്സിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് എങ്ങനെ നോക്കി മനസ്സിലാക്കാം, എന്തൊക്കെ കമാൻഡ്സ് എവിടെയൊക്കെ ഏതൊക്കെ പാത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ നോക്കിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനത് എങ്ങനെയാണ് നമുക്ക് സ്വയം മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സെഷൻസും നിങ്ങൾ കാണുക, ഒന്നും സ്കിപ്പ് ചെയ്യാതെ. കാരണം ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് തീർച്ചയായിട്ടും മിസ്സായി പോകുന്ന തരത്തിലാണ് ഈ സെഷൻസ് എല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് സെഷൻസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ എല്ലാം കണ്ടു വരിക സീരീസ് ആയിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പീഡ് ഇനിയും കൂടണമെങ്കിലോ അല്ലെങ്കിൽ ഇനിയും കുറയ്ക്കണമെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.